ആരവല്ലി മലനിരകളുടെ നിർവചനത്തിൽ മാറ്റം വരുത്തിയത് സുപ്രീം കോടതി മരവിപ്പിച്ചു. ആശങ്കകൾ പരിഹരിക്കാൻ പുതിയ ഉന്നതാധികാര വിദഗ്ധ സമിതി രൂപീകരിക്കാൻ കോടതി നിർദ്ദേശം നൽകി. പുതിയ നിർവചനത്തിന് വ്യക്തത വേണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ഹർജി സുപ്രീം കോടതി ജനുവരി 21 വീണ്ടും പരിഗണിക്കും. 100 മീറ്ററോ അതിൽ കൂടുതലോ ഉയരമുള്ള കുന്നുകളെ മാത്രം ആരവല്ലി മലനിരകളുടെ ഭാഗമായി കണക്കാക്കുമെന്നതായിരുന്നു പുതിയ നിർവചനം. ഇതിൽ സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവും വിദഗ്ധ സമിതി റിപ്പോർട്ടും മരവിപ്പിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. പുതിയ ഖനന ലൈസൻസുകളും പാടില്ല. പുതിയ നിർവചനപ്രകാരം ഖനന മേഖല കൂടുമോ എന്ന് അറിയിക്കണമെന്നും വിശദ പരിശോധന നടത്തണമെന്നും കോടതി പറഞ്ഞു. ഇതിനായി വിദഗ്ധർ ഉൾപ്പെട്ട ഉന്നതാധികാര സമിതി രൂപീകരിക്കും. അറ്റോർണി ജനറലും സോളിസിറ്ററി ജനറലും ഇക്കാര്യത്തിൽ കോടതിയെ സഹായിക്കും. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആരവല്ലി മലനിരകളുടെ മാനദണ്ഡം മാറ്റിയതിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായത്. ഇക്കഴിഞ്ഞ നവംബർ 20 ആരവല്ലി കുന്നുകളെ സംബന്ധിച്ച് പുതിയ നിർവചനം സുപ്രീം കോടതിയും അംഗീകരിച്ചത്. പുതുക്കിയ നിർവചനം അനുസരിച്ച് ആരവല്ലി കുന്നിനും മലനിരകൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള കർശനമായ ഖനനവിലക്ക് കുന്നല്ലാത്തവയ്ക്ക് ബാധകമാകില്ല എന്നായിരുന്നു. ഇതോടെ ആരവല്ലിയുടെ 90% ഭാഗവും ഖനന മേഖല ആയി മാറും. കുന്നുകളുടെ ഉയരവും കുന്നുകൾക്കിടയിലെ അകലം, ഇവയ്ക്കിടയിൽ ഖനനം അനുവദിക്കാനാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരവല്ലി നിരകളുടെ പാരിസ്ഥിതിക തുടർച്ച നിലനിർത്തുമെന്നതിലും കോടതി ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹർജി അടുത്ത മാസം 21 വീണ്ടും പരിഗണിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി.